എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ സോനം വാങ്ചുക്ക് നിരാഹാര സമരത്തിൽ നിന്നും ഒഴിവായിരിക്കുന്നു. എല്ലാവരും ഈ വിവരം അറിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായി തുടങ്ങിയ ഈ ഒരു പ്രശ്നം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കാരണം വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി തുടങ്ങിയ ഈ ഒരു സമരം ഇന്ന് വിദ്യാർത്ഥികൾ തന്നെ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം അതല്ല ഇന്ന് മുഴങ്ങി കേൾക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾക്ക്, അതായത് യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന നീറ്റ് പരീക്ഷയിൽ ഇങ്ങനെ ഒരു ക്രമക്കേടുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് പുതിയൊരു അനുഭവമാണോ നമ്മളെ സംബന്ധിച്ച്? ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും. അപ്പോൾ മന്ത്രിയാണോ മാറേണ്ടത്, അതോ നമ്മളുടെ സിസ്റ്റമാണോ? ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യമായും വളരെ പ്രധാനമായും പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് മുകളിൽ അവരുടെ രക്ഷിതാക്കൾ വെക്കുന്ന പ്രതീക്ഷയും അതുമൂലമുണ്ടാകുന്ന സ്ട്രെസ്സും. നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. വെനെവർ ദർ ഇസ് എ ഡിമാൻഡ്, ദെൻ ദർ ഇസ് എ സ്കോപ്പ് ഓഫ് സപ്ലൈ. ഇന്ന് ഭാരതം ചർച്ച ചെയ്യുന്ന ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് സത്യത്തിൽ കേന്ദ്രത്തിന്റെ മാത്രം പ്രശ്നമാണോ? ഒരിക്കലുമില്ല. തന്റെ മക്കൾക്ക് വിജയിക്കുവാൻ വേണ്ടി ഏതു വഴിയിൽ കൂടെയും അവരെ വിജയിപ്പിക്കുവാനുള്ള മനസ്സോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില മാതാപിതാക്കൾ, അവരാണ് ഇങ്ങനെയുള്ള ക്രമക്കേടുകളുടെ മൂല കാരണം. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഒത്താശ പാടുന്നത് ചില എൻട്രൻസ് കോച്ചിങ് സെന്ററുകളും. ഇതൊന്നുമല്ല എങ്കിൽ തന്നെ നമ്മൾ ഭാരതീയർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് മോദി ഗവൺമെന്റ് അധികാരത്തിൽ കയറിയതിനു ശേഷം ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഗ്രോത്തിനെ തടയാൻ ഇന്ത്യക്കുള്ളിലുള്ള രാജ്യവിരോധികളും രാജ്യദ്രോഹികളുമായിട്ടുള്ള ആൾക്കാർ ശ്രമിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിനൊത്താശ പാടാനോ വിദേശ രാജ്യങ്ങൾ ഫണ്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് മാത്രമല്ല, ഇതിനു മുൻപുള്ള ഓരോ സമരങ്ങൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് കർഷക സമരങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്, ഇതുപോലെയുള്ള ആന്റി നാഷണൽസ് അവരാണ് ഏറ്റവും കൂടുതൽ ഈ സമരങ്ങളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പരിപൂർണ പിന്തുണ കൊടുക്കുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള വൻകിട മുതലാളിമാരും. ഇന്ത്യ പോലെ മഹത്തരമായ ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സമരങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടാനും വളരെയധികം സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അവകാശ സംരക്ഷണം ഒരിക്കലും ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമായി മാറാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നടക്കുന്ന നീറ്റ് പ്രൊട്ടസ്റ്റിൽ മുഴങ്ങിക്കേൾക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ആർട്ടിക്കിൾ 370, FCRLO എന്നിവ. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നീറ്റ് പരീക്ഷയുമായിട്ട് എന്ത് ബന്ധമാണ് ഈ നിയമങ്ങൾക്കോ നിയമനിർമ്മാണങ്ങൾക്കോ അല്ലെങ്കിൽ നിയമ ഭേദഗതികൾക്കോ ഉള്ളത്? ഇവിടെയാണ് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞ ആന്റി നാഷണൽസിന്റെ പ്രസക്തിയുള്ളത്. FCRA നിയമ ഭേദഗതിക്ക് ശേഷം വളരെ കർശനമായ നിയന്ത്രണമാണ് ഇന്ത്യക്ക് വെളിയിൽ നിന്നും വരുന്ന ഫണ്ടുകൾക്കുള്ളത്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഭാരതത്തിലേക്ക് ഫണ്ട് പഴയതുപോലെ ഒഴുക്കാൻ കഴിയുന്നില്ല എന്ന ഫ്രസ്ട്രേഷനാണ് ഇന്ന് നമ്മൾ ഡൽഹിയിൽ കാണുന്നത്. പക്ഷേ ഈ പരിപാടിയുടെ സംഘാടകർ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് നേപ്പാളോ ശ്രീലങ്കയോ അല്ല ഇന്ത്യ എന്ന മഹാരാജ്യം. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് 2014 ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഭരണസ്ഥിരതയും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ പാഠവും, ഇതിനെല്ലാം ഉപരി അചഞ്ചലമായിട്ടുള്ള രാഷ്ട്രഭക്തിയോടുകൂടി സേവനം ചെയ്യുന്ന നമ്മുടെ ജവാന്മാരുമാണ്. അതിനെ തന്നെയാണ് ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ ആന്റി നാഷണൽസ് ഭയക്കുന്നതും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.